അടുത്ത നമ്മൾ ചൂസ് ചെയ്യുന്ന സൈഡ് മെനു പേയ്മെൻറ്റ്സ് ആണ്. പേയ്മെൻറ്റ്സ് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സെൻറ്ററിൻ്റെ പേയ്മെൻറ്റ്സ് ആണ് മാർക്ക് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ റെൻറ്റ്, യൂട്ടിലിറ്റി ബിൽ, സ്റ്റേഷനറി, സർവീസ്, ലയബിലിറ്റി, അതേഴ്സ്, ഈ സബ് മെനൂസ് ആണ് ഓരോ നമ്മുടെ പേയ്മെൻറ്റ് ടൈപ്സും. അതിൽ നിന്ന് നമ്മൾ റെൻറ്റ് ചൂസ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ കറണ്ട് റെൻറ്റ് ഡിസ്പ്ലേ, അവിടെ നിന്ന് നമുക്ക് കറണ്ട് പേ ബാലൻസ്, റെൻറ്റിൻ്റെ പേ ബാലൻസ് മാർക്ക് ചെയ്യാൻ പറ്റും. അവിടെ നമ്മൾ പേയ്മെൻറ്റ്സിലോട്ട് പോകും. പേയ്മെൻറ്റ്സിൽ നിന്ന് നമുക്ക് റെൻറ്റ് പേ ചെയ്യാം. ദെൻ യൂട്ടിലിറ്റി ബില്ലാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ പെൻഡിങ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് കാണാം. അവിടെ നിന്ന് നമുക്ക് പേ നൗ ചൂസ് ചെയ്ത് പേയ്മെൻറ്റിൽ പോയി നമ്മുടെ റെൻറ്റ് യൂട്ടിലിറ്റി ബില്ല് പേ ചെയ്ത് പേ ആൻഡ് ക്ലോസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് പേ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ പെൻഡിങ് പേയ്മെൻറ്റ് റീഫ്രഷ് ആയിട്ട് വരുന്നത് നമുക്ക് കാണാം. ദെൻ സ്റ്റേഷനറി ചൂസ് ചെയ്തു. അതുപോലെ തന്നെ സർവീസ് ചൂസ് ചെയ്തു. സർവീസിൽ നിന്ന് ലയബിലിറ്റി നെക്സ്റ്റ് ചൂസ് ചെയ്തു. ദെൻ അതേഴ്സ് പേയ്മെൻറ്റ് യൂസ് ചെയ്തു. എല്ലാം സെയിം ഫങ്ഷണാലിറ്റി തന്നെയാണ്, സിമ്പിളുമാണ്. ഇവിടെ റെൻറ്റും യൂട്ടിലിറ്റി ബില്ലിലുമാണ് നമ്മൾ ജനറേറ്റ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. അത് എപ്പോഴും യൂട്ടിലിറ്റി ബിൽസിൽ നമുക്കറിയാമല്ലോ, നമ്മുടെ കറണ്ട് ബില്ല് അങ്ങനത്തെയൊക്കെയും, പിന്നെ റെൻറ്റ് നമ്മുടെ ഓഫീസറിൻ്റെ കാര്യങ്ങളായിരിക്കും അവിടെ എപ്പോഴും മാർക്ക് ചെയ്തിട്ടുണ്ടാവുക. പിന്നെ നമ്മൾ ഓൾറെഡി പേ ചെയ്ത ബിൽസ് വരുമ്പോൾ ഓൾറെഡി ജനറേറ്റ് ആയിട്ട് വരും. ഇവിടെ നമ്മൾ അക്ഷയുടെ ഇലക്ട്രിസിറ്റി ചൂസ് ചെയ്തപ്പോൾ അത് ഓൾറെഡി ജനറേറ്റ് ചെയ്ത് വന്നു. ദെൻ നമ്മൾ സ്റ്റേഷനറി ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ സ്റ്റേഷനറി ഐറ്റംസ് ലിസ്റ്റ് ചെയ്ത് വന്നു. പിന്നെ നമുക്കവിടെ സപ്ലയറിനെ ആഡ് ചെയ്യേണ്ട ഒരു ഓപ്ഷനുണ്ട്. ദെൻ നമ്മൾ ID എൻ്റർ ചെയ്യുവാണെങ്കിൽ ഓൾറെഡി സപ്ലയർ ഉള്ളതാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ സപ്ലയർ താഴെ ലിസ്റ്റ് ചെയ്ത് വരുന്നതായിരിക്കും. ദെൻ അവിടുന്ന് നമ്മൾ പർച്ചേസ് ഐറ്റം കൊടുത്തു. അടുത്ത നമ്മൾ സർവീസ് യൂസ് ചെയ്തു. സർവീസിൽ നമ്മൾ എപ്പോഴും സർവീസ് കാറ്റഗറി ചൂസ് ചെയ്യണം. എന്നിട്ട് വേണം നമ്മൾ ആക്ഷനിൽ റിക്വസ്റ്റ് സർവീസ് ക്ലിക്ക് ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ട്. അത്ര സിമ്പിളാണ് നമ്മുടെ പേയ്മെൻറ്റ്സിലെ എമൗണ്ട് മാർക്ക് ചെയ്യുന്നത്. എല്ലാം സെയിം തന്നെയാണ്. പിന്നെ നമ്മൾ പേയ്മെൻറ്റ്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന ടേബിൾ എന്ന് പറഞ്ഞ പേയ്മെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമ്മുടെ കറണ്ട് പേയ്മെൻറ്റ്സ് പെൻഡിങ് ആയിട്ടുള്ളത് 2 ഡേയ്സിലെ വല്ലതും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ട്രാൻസാക്ട് ചെയ്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് അവിടെ കാണിക്കുന്നത്.